എന്നാണ് യാഥാർത്ഥ്യം. ഇവിടെയും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ അങ്ങനെ ഒരു പുനഃസംഘടനയിലെ നീക്കം സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി KC വേണുഗോപാൽ കണക്കുകൂട്ടി ഒരു MSc മാത്സുകാരന്റെ എല്ലാ ബുദ്ധിയും ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടേ. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA വരുന്നു, KPCC അധ്യക്ഷനായി. UDF കൺവീനറായി അടൂർ പ്രകാശ് വരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥും AP അനിൽകുമാറും ഷാഫി പറമ്പിലും വരികയാണ്. പുറത്തേക്ക് പോകുന്നത് കൊടിക്കുന്നിൽ സുരേഷ്, TN പ്രതാപൻ, T സിദ്ദിഖ് എന്നിവരാണ്. കൃത്യമായ അളവ്, തൂക്കം എല്ലാം പാലിച്ചിട്ടുണ്ടല്ലേ റോഷിപാൽ? സുജയ, ഒരു സംശയവുമില്ല. അതിൽ ഒന്ന് ഷാഫി പറമ്പിൽ, അതിൽ ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായി കൊണ്ടുവരുന്നത് യുവാക്കളെയാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൽ T സിദ്ദിഖിനെ വെട്ടിയാണ് സിദ്ദിഖിനെ ഒഴിവാക്കി പകരം വടകര MP-ആയ ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന മുൻ അധ്യക്ഷൻ കൂടിയായ ഷാഫി പറമ്പിലിനെ എത്തിക്കുന്നു. ഒപ്പം PC വിഷ്ണുനാഥ് ഒരുപക്ഷെ അധ്യക്ഷ പദവിയിലേക്ക് പോലും പരിഗണിക്കണമെന്ന് പല കോണുകളിൽ നിന്നും ഉയർന്ന പേരിൽ ഒന്നാണ് PC വിഷ്ണുനാഥിന്റെ. അങ്ങനെ PC വിഷ്ണുനാഥ് MLA വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ പ്രധാനമായും ഒഴിവാക്കപ്പെട്ട പേരുണ്ട്. അതിൽ T സിദ്ദിഖിന് പകരം പദവികളൊന്നും നൽകിയിട്ടില്ല. ഒന്ന് സിദ്ദിഖ് ഒരുപക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ KPC അധ്യക്ഷ പദവി പോലും പ്രതീക്ഷിച്ച ആളാണ്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ കൂടിയാണ് ആയിരുന്നു T സിദ്ദിഖ്. അതുപോലെ തന്നെയാണ് ഒഴിവാക്കപ്പെടുന്നതിൽ TN പ്രതാപനുണ്ട്. TN പ്രതാപന് തൃശൂർ സീറ്റിൽ മത്സരിക്കാനുള്ള അവകാശം ആദ്യം നിഷേധിക്കുന്നു. പകരം K മുരളീധരനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇതാ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും TN പ്രതാപനെ മാറ്റിയിരിക്കുകയാണ്.